ഹലോ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ലിപ്പിനെ പറ്റിയുള്ള ഒരു ടിപ്സ് പറയാനാണ്. അതായത് പലതരത്തില് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പല പല കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പുതിയ ഒരു കാര്യം എനിക്ക് പുതിയതെന്ന് തോന്നിയ ഒരു കാര്യവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ലിപ്സ് നമ്മൾ വരയ്ക്കുന്നതിന് മുന്നേ ആദ്യം നന്നായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലോട്ട് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ലിപ് ബാം അത് നന്നായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. ശരിക്കും എപ്പോഴും നമ്മൾ സ്കിൻ പ്രിപ്പറേഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഹൈഡ്രേഷൻ ടൈം പീരീഡ് അവിടെ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ അടുത്തത് ലൈനിങ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് അപ്പോ ഞാൻ ഒരു ബ്രൗൺ ഐബ്രോ പെൻസിലാണ്, കാജൽ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഈ കാജൽ യൂസ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഇങ്ങനെ പടർന്നു പോകില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഹൈഡ്രേഷൻ കഴിഞ്ഞത് കൊണ്ട് ഞാൻ അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വൈപ്പ് ചെയ്യാൻ പോവായിരുന്നേ. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്തെടുക്കുക. കാരണം എന്നാൽ മാത്രമേ നമ്മൾ വരയ്ക്കുന്നത് അവിടെ ഒന്ന് സ്റ്റേ ചെയ്യുള്ളൂ. അപ്പൊ ഞാനിപ്പോ ലൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതായത് നമുക്ക് ചിലർക്ക് ഇവിടെ ഇങ്ങനെ ക്യൂപിഡ് ബോ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് 3 പോലെ ഉണ്ടാവും. ചിലർക്ക് അത് ഉണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ ഒറ്റ ലൈൻ ആയിട്ടായിരിക്കും. അപ്പൊ ഞാനിപ്പോ എങ്ങനെയാണ് ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് നമ്മുടെ ലിപ്സ് വന്ന് ഫുള്ളറായിട്ട് തോന്നാൻ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ അടിഭാഗത്തെ ലിപ്സ് അത് നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഇല്യൂഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഒരു ലൈൻ ഞാൻ കൊടുത്തു. അതായത് അപ്പൊ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് പോയിട്ട് ലിപ്സ് മാത്രമായിട്ട് പുറത്തേക്ക് നിൽക്കുന്ന ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന എന്റെ ആ ഒരു ക്യൂപിഡ് ബോയുടെ മേളിലേക്കാണ് ഞാനിപ്പോ കൊടുത്തേക്കുന്നത്. മേളിലൊരു എം പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ഡബ്ല്യു പോലെ അതിന്റെ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 ലിപ് കോർണേഴ്സിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല. ഇതിന് ശേഷം ഞാൻ ഇതിനെ ഒരു ചെറിയ ബ്രഷ് കൊണ്ട് എല്ലായിടത്തും ഈവൻ ആക്കുകയാണ്. അതിന്റെ മേലിലേക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാണ്. ഇത് എന്റെ സ്വന്തമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇതിൽ നിന്ന് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യണം. ഇത് കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ആക്ച്വലി അതിന്റെ അകത്ത് തന്നെ ശരിക്കും ഒരു എന്താ പറയണ്ട ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പൊ അതാണ് ഒരു ഷൈനിങ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, ഞാനിപ്പോ ചെയ്യുമ്പോൾ എന്റെ ഈ ലിപ്സിന്റെ ഈ ഭാഗം അത് കുറച്ച് ഉള്ളിലേക്ക് പോയതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അത് നമ്മൾ ആ വരച്ചു കൊടുത്തത് കൊണ്ടോ തോന്നുന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗം അതേമാതിരി. ഇനി ഇതിന്റെ മേലിലേക്കും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും മാത്രമാണല്ലോ നമുക്ക് ആവശ്യം. അതായത് ഒന്ന് ഇന്റൻസിറ്റി കൂട്ടിയിട്ട് പ്ലംബ് ചെയ്ത് നിൽക്കുന്ന മാതിരി. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഓൾറെഡി മോയ്സ്ചറൈസർ ഉണ്ട്, എന്നാലും ഞാൻ കുറച്ചൊരു ലിക്വിഡ് ഇത് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരു ചെറിയ ലിപ് ഗ്ലോസ് ആണ് കൊടുത്തേക്കുന്നത്, എന്നാൽ അത് കുറച്ചൊരു തിളക്കമുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് ഈ ലിപ്പ് മാത്രമായിട്ടൊന്ന് ബോൾഡായിട്ട് നിൽക്കണമെങ്കിൽ അതും കൂടെ ഞാൻ ഇതിൽ കാണിക്കാൻ പോവുകയാണ്. ഞാനൊരു വീണ്ടും ഞാനൊരു കുറച്ചൊരു കൺസീലർ എടുത്തിട്ട് ചെറിയൊരു ബ്രഷിൽ ഞാൻ ലൈറ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് അത് എക്സസ് ഞാൻ എൻ്റെ കയ്യിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ലിപ്സിന്റെ ഏറ്റവും താഴെയായിട്ട് ഞാൻ മിഡിൽ ഭാഗം തൊട്ടിട്ടില്ല. കാരണം ഞാൻ അവിടെ ഷാഡോ കോണ്ടോർ ആണ് കൊടുത്തേക്കുന്നത്.
പക്ഷെ ലിപ്സിന്റെ ലൈൻസ് രണ്ട് സൈഡും നല്ല ഷാർപ്പായിട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ ഞാൻ ഫുൾ ഫേസ് മേക്കപ്പ് ഇട്ടിട്ടില്ല, ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് എന്താണ് ഒരു എൻഹാൻസ് ചെയ്ത് അത് നിൽക്കും. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇത് ലിപ്പിന് മാത്രമായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ആണ്. അതായത് ഇപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യും, നമ്മളെപ്പോഴും ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ലിപ്പ് ഒരു എന്താ പറയണ ഹൈഫൈ സ്റ്റൈലില് നമ്മൾ ലിപ്പ് മാത്രമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു കോണ്ടോറിങ് കൊടുത്തിട്ടുണ്ട്, പ്ലസ് വന്ന് 4 കോർണേഴ്സിലും നമ്മൾ കൺസീലിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിപ്പ് മാത്രമായിട്ട് ഫുൾ മേക്കപ്പിൽ ഒരു ബ്രൈഡ് ഇങ്ങനെ ഒരു ലിപ്സ് ചെയ്ത് നിൽക്കുമ്പോൾ അത് കാണാൻ കുറച്ചുകൂടെ ഒരു സ്റ്റൈലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പുതിയ പുതിയ ഓരോ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.